ഭംഗിയായിട്ട് അച്ചടക്കത്തോടുകൂടി അതോടൊപ്പം തന്നെ we should feel that okay, we are participating in the suffering of our Lord Jesus Christ. This is not just a ritual, but we are really participating. That is why I told you in the beginning, our forefathers, our ancestors actually really organized this service in that way that the people, those who the community, the congregation should feel that they participate in the suffering of our Lord Jesus Christ. Now, mentality will participate and സാധിക്കട്ടെ ഓർപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് പുരുഷന്മാര് അതിനുശേഷം കുഞ്ഞുങ്ങള് സ്ത്രീകള് പൊസിഷനായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഇത് പോയി എടുക്കാനായിട്ട് ഓർപ്പിക്കാം. തിരികെ ഇവിടെ വന്ന ശേഷം വീണ്ടും ഒരു ബൈബിൾ റീഡിംഗ് ഉണ്ട്. അതിനുശേഷമായിരിക്കും നമ്മൾ 6 മണിയുടെയും 9 മണിയുടെയും ശുശ്രൂഷയിലേക്ക് ആരാധനകളിൽ നമ്മുടെ ദൈവം നയിക്കൊണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അപ്പോൾ പീലാത്തോസ് ബറാബാസിനെ അവർക്ക് വെട്ടിക്കൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ള പ്രത്തോരത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അവർ അവന് ചുവപ്പ് വസ്ത്രം തിരിക്കുകയും ഒരു ഉൾക്കിരീടം ഇടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദൻ രാജാവെ സൃഷ്ടി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവന്റെ ശിരസിലടിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ഒട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ചുവപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവന്റെ വസ്ത്രം വീതി ധരിച്ചത്. പിന്നീട് അവർ അവനെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോയി. അവൻ സ്വയം കുരിശ് ചുമന്നുകൊണ്ട് തലയോടിയുടെ നടക്കുമുള്ള ഗോകുൽത്താ എന്ന സ്ഥലത്തേക്ക് ഉണ്ടായിരിക്കട്ടെ. ഈ പ്രദക്ഷിണമായിട്ട് പുറത്തോട്ട് ഇറങ്ങുക. നമ്മുടെ ലോണിൽ ഒരു അയൽവാക്കൂടെ പോയി നമ്മൾ തിരികെ ദേവാലയത്തിൽ കോട്ടയിൽ